ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു പുതിയ വിഷയമായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒത്തിരി തട്ടിപ്പ് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ടാക്സ് ക്രെഡിറ്റ് ചെയ്യുന്ന സമയമാണല്ലോ ഇപ്പം. അപ്പോൾ പല പിള്ളേരും കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാറുണ്ട്. അവരുടെ അക്കൗണ്ടിൽ കയറിയിട്ട് പല ഏജൻസികളും വെറുതെ അവർ പോലും അറിയാതെ അവരുടെ പൈസ അടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യങ്ങളിലോ ഈ ടാക്സ് റിബേറ്റ് എന്ന് കാണുന്നതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ ഏജൻസി നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടെ നിങ്ങളുടെ പൈസയും അടിച്ചിട്ട് പോകും. അപ്പോൾ ശ്രദ്ധിക്കുക. എല്ലാവരും, ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇടയ്ക്കിടയ്ക്കൊന്ന് റവന്യൂവിൻ്റെ അക്കൗണ്ടിൽ കയറി നിങ്ങൾ നോക്കുക, പ്രൊഫൈലിൻ്റെ അടിയിൽ ഏതെങ്കിലും ഏജൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ അതോറിറ്റി കൊടുത്ത ഏതെങ്കിലും ഏജൻ്റ് ആണെങ്കിൽ ഓക്കെ, അല്ലാതെ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഏതെങ്കിലും ഏജൻറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. പല പിള്ളേരുടെയും പൈസ ഇവരെടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ ചോദിച്ചാൽ പൈസ തരും, ഇല്ലെങ്കിൽ ആ പൈസ ഗോവിന്ദ. ഇതാണ് അവസ്ഥ. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടെ പല സ്റ്റുഡൻസും വന്നിട്ട് ഇവിടെ കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസുകൾ വിചാരിക്കുന്നത് ഞങ്ങൾ വർക്കൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് റെൻറ്റിൻ്റെ കിട്ടും, അതുപോലെ കോഴ്സ് പഠിച്ചതിന് ഫീസിൻ്റെ റിബേറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വിളിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി, അതായത് റവന്യൂ തുടങ്ങുന്ന ഒരു ബാങ്ക് ടാക്സ് എന്ന് പറയുന്ന ഒരു ബാങ്ക് അക്കൗണ്ടായി കണക്കാക്കുക. നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങി, നിങ്ങൾ അവിടെ പൈസ ഇടുന്നില്ല, അതായത് നിങ്ങൾ ടാക്സ് പിടിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടിൽ സീറോയാണ്. സീറോ ആയില്ലെങ്കിൽ അക്കൗണ്ടിൽ ഒന്നുമില്ല. എന്നിട്ട് നിങ്ങൾ മാനേജർ അടുത്ത് എന്ന് പറയുകയാണ്, എനിക്ക് 5000 രൂപ ചിലവുണ്ട്, പൈസ തരാൻ പറഞ്ഞാൽ തരുമോ എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾ ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ഒന്നും റിബേറ്റ് കിട്ടുകയില്ല. അവിടെ നിങ്ങൾ ട്യൂഷൻ ഫീ വെക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ റെൻറ്റിൻ്റെ ചോദിച്ചാൽ ഒന്നും കിട്ടുകയില്ല, സീറോ. അവർ വലിച്ചു കയറി ദൂരോട്ട് കളയുന്നേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ വിഷയം, മെയിൻ ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഇവിടെ പല ഏജൻറ്റുകളും, ഇപ്പോൾ മലയാളികളുടെ ഏജൻ്റ് ആയിക്കോട്ടെ, ഏത് ഏജൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ടാക്സ് റിബേറ്റിന് വേണ്ടി അവരെ സമീപിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഒരു തട്ടിപ്പാണ്. എല്ലാവർക്കും വരുന്ന അണ്ടനും അടകോട്ടനും എല്ലാം ഇട്ട് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റാണ് ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവ് ടാക്സ് ക്രെഡിറ്റ്. എന്താണ് ഈ ക്രെഡിറ്റ്? യഥാർത്ഥത്തിൽ ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ പൈസ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? 65 വയസ്സിന് മുകളിലുണ്ടോ? അവർക്ക് 65 വയസ്സിന് ഇൻകം ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നവരാണോ? അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് എലിജിബിൾ ആണ്. പക്ഷേ നിങ്ങൾ അവരുടെ ഇൻകം ഇല്ലാന്ന് തെളിയിക്കുന്ന അഫിഡവിറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്ന പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. അവരുടെ ഇൻകം ഇല്ലാന്ന് തെളിയിക്കുന്ന അഫിഡവിറ്റ് കയ്യിലുണ്ടാകണം. ആ വർഷങ്ങളിൽ, ഏത് വർഷം തൊട്ടാണ് നിങ്ങൾ ആ ക്ലെയിം മേടിച്ചത്, ആ വർഷം മുതലുള്ള അഫിഡവിറ്റ് ഉണ്ടാകണം. അവരുടെ അക്കൗണ്ടിൽ പൈസ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കാണിക്കുന്ന വേറൊരു പ്രൂഫാണ് പിന്നെ DR1 ഫോം ഫില്ല് ചെയ്ത് റവന്യൂ കൊടുക്കും. റവന്യൂ നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചാലും ആദ്യം പൈസ എടുത്തു തരും. ഇത് പലരും അറിയുന്നില്ല. പല ഏജന്റുമാരും, മലയാളികൾ ഏജന്റുമാർ പിള്ളേരെ പറ്റിക്കുന്ന ഇങ്ങനെയാണ്. കാരണം കമ്മീഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടി പല ഇല്ലീഗൽ ക്ലെയിമുകൾ അടിച്ചിടും. 4 പേരൻസിനെയും 3 പേരൻസിനെയും ഒക്കെ ഇട്ടിട്ട്